കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തറക്കല്ലിട്ട് വർഷങ്ങളായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബഹുനില കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിക്കാനും കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം പരിഹരിക്കാനും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശന് പട്ടാമ്പി നഗരസഭാ അധ്യക്ഷൻ ടി.പി. ഷാജി നിവേദനവും പദ്ധതിയുടെ വിശദാംശങ്ങളും കൈമാറി. വിഷയം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി നഗരസഭാ അധ്യക്ഷന് ഉറപ്പു നൽകി. താലൂക്ക് ആശുപത്രിയിൽ പുതിയ ഒ.പി. യൂണിറ്റ്, ആധുനിക കാഷ്വാലിറ്റി ബ്ലോക്ക്, അത്യാധുനിക ഡയഗ്നോസ്റ്റിക് സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയ നിർമ്മാണത്തിനായി 15.57 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. 15.57 കോടി രൂപയുടെ പദ്ധതിക്കാണ് തുടക്കമിട്ടിരുന്നത്. കിഫ്ബി ധനസഹായത്തോടെയുള്ള ഈ പദ്ധതിക്ക് 2020 ഭരണാനുമതിയും 2022 സാങ്കേതികാനുമതിയും ലഭ്യമായിരുന്നു. ഹൈറ്റസ് ആണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി. എന്നാൽ റെയിൽവേ ഭൂമിയോട് ചേർന്നുള്ള നിർമ്മാണമായതിനാൽ റെയിൽവേയുടെ NOC വർക്ക് ഓർഡർ ലഭിക്കാത്തതായിരുന്നു ഇതുവരെ പ്രവൃത്തി ആരംഭിക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2026 ജൂലൈ 1 റെയിൽവേയുടെ അനുമതി പത്രം ലഭിച്ചതോടെ പദ്ധതിയുടെ പ്രധാന സാങ്കേതിക തടസ്സം നീങ്ങിയിരിക്കുകയാണ്. റെയിൽവേ അനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിൽ കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട നിലവിലെ അനിശ്ചിതത്വങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് പ്രവർത്തികൾ സമയബന്ധിതമായി ആരംഭിക്കുന്നതിന് ഭരണതലത്തിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് നഗരസഭാ അധ്യക്ഷൻ ടി.പി. ഷാജി ആവശ്യപ്പെട്ടു. പട്ടാമ്പിയിലെയും സമീപ പ്രദേശങ്ങളിലെയും 10,000-കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി പട്ടാമ്പിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. ആ ആശുപത്രിയിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ പട്ടാമ്പി നഗരസഭയും ജനപ്രതിനിധികളും നിരന്തരമായ ഇടപെടൽ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 15.5 കോടി രൂപ അനുവദിക്കുകയും അന്ന് അതിൻ്റെ തറക്കല്ലിടൽ പ്രവൃത്തിയും പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ AS-ഉം TS ഒക്കെ ലഭിച്ചു. പക്ഷേ റെയിൽവേയുടെ പരിസര പ്രദേശമായതുകൊണ്ട് റെയിൽവേയുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ട് ആ പ്രവൃത്തി തുടങ്ങി വെക്കാൻ സാധിച്ചിട്ടില്ല. നിരന്തരമായി ഈ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടും പട്ടാമ്പി നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നിരവധി ശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1/7/2026 റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട്. എന്നാൽ റെയിൽവേയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ ഗവൺമെൻറ് മാറി ഈ ഫണ്ട് കിഫ്ബി ഫണ്ടായതുകൊണ്ട് കിഫ്ബി ഫണ്ടുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി ആരംഭിക്കാത്ത ചില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ചില ഫണ്ടുകളൊക്കെ മുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളുടെ നിരന്തരമായ കാത്തിരിപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് സൂചിപ്പിക്കുകയും റെയിൽവേയുടെ അനുമതി ലഭിച്ച വിവരം അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തിന് രേഖാമൂലം നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പട്ടാമ്പിയുടെ ഈ ഒരു താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് അനുഭാവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിനാവശ്യമായ നിർദ്ദേശം നൽകും എന്നാണ് നഗരസഭ വിശ്വസിക്കുന്നത്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.